തങ്ങളുടെ ആടുകൾക്ക് രാത്രിയിൽ കാവലിരിക്കുന്ന ആട്ടിടയന്മാർ. അവരെ മാലാഖ സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് നേരിട്ട് കാണാം. ഈ ദിവസങ്ങളിൽ നമ്മൾ പോയി കാണേണ്ട വലിയ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്തയുണ്ട്. വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതം. 2013 നവംബർ 15 ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുവോസ്തിയിൽ ഈശോയുടെ മുഖം പതിയുന്നു. കുർബാനയ്ക്കെത്തിയ ചുരുക്കം ചില ആളുകളൊക്കെ ഈ വലിയ അത്ഭുതം നേരിട്ട് കണ്ടു. പിന്നീട് ആരാധനയ്ക്ക് വച്ചപ്പോൾ കുറേ അധികം ആളുകളും. അവസാനം ബിഷപ്പ് ഹൗസിലേക്കും സിറോ മലബാർ സഭയുടെ പഠനത്തിനായും ഏറ്റവും ഒടുവിൽ റോമിലേക്ക് ശാസ്ത്രീയമായ പഠനത്തിനായും ഈ തിരുവോസ്തി അയക്കപ്പെടുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം വിശദമായ പഠനങ്ങൾക്കപ്പുറം വിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാവുന്ന ദിവ്യകാരുണ്യ അത്ഭുതമായി വിളക്കന്നൂരിലെ അത്ഭുതം പ്രഖ്യാപിക്കപ്പെട്ടു. ഈശോ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് നമുക്കിന്ന് വേണ്ടത്. അതാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ ആവശ്യം. ദിവ്യകാരുണ്യ ആരാധനയും പരിശുദ്ധ കുർബാനയിലുള്ള എളിമയോടെയുള്ള പങ്കാളിത്തവും കുർബാനയിൽ നമ്മൾ നടത്തുന്ന സ്വയം സമർപ്പണവും ഈ ഉറപ്പ് നമുക്ക് നൽകും. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ ആട്ടിടയന്മാർ ബെത്ലഹേമിലേക്ക് പോകാൻ മടി കാണിച്ചിരുന്നെങ്കിൽ ആ വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ അവർക്കാകുമായിരുന്നു. വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തെ നമ്മൾ എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത് എന്നറിഞ്ഞുകൂടാ. ഈ അവഗണന അപകടകരമായ ഒരു ഇൻഡിഫറൻസ് ആണ്. കർത്താവ് ഇത്ര വലിയ സൂചന നൽകിയിട്ടും അവൻ്റെ പക്കലേക്ക് നമ്മൾ തിരികെ പോകാതിരിക്കുന്നത് അപകടം തന്നെയല്ലേ? നാട്ടിലേക്ക് പോകുമ്പോൾ വിളക്കന്നൂർ വഴി പോകണം. സാധിക്കുമെങ്കിൽ അതിന് മുൻപേയും പോകണം. ഈശോ കാത്തിരിപ്പുണ്ട്.